നമസ്കാരം. കുറെ രാജ്യത്ത് പലയിടത്തുമായി ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ ഉൾപ്പെടെ. അപ്പോൾ അതിൻ്റെ അഭിപ്രായ സർവേ ഫലങ്ങൾ പലയിടത്തുനിന്നായി വന്നു തുടങ്ങിയിട്ടുണ്ട്. രാജ്യം ഉറ്റുനോക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങളായിരുന്നു കഴിഞ്ഞുപോയ ജമ്മു കാശ്മീറും അതുപോലെ ഹരിയാനയിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് BJP വൻ നേട്ടം കൊയ്തത്. അത് ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്ക് പോലും ഞെട്ടൽ ഉളവാക്കുന്നതായിരുന്നു. അഭിപ്രായ സർവേകളെ പാടെ കാറ്റിൽ പറത്തുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായ സർവേകളിലുള്ള ഒരു വിശ്വാസ്യത എത്രത്തോളം എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. എന്നിരുന്നാലും ഈ മഹാരാഷ്ട്രയും, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മഹാരാഷ്ട്രയും, അതുപോലെ ഇന്നലെ ഒന്നാം ഘട്ടം കഴിഞ്ഞ ജാർഖണ്ഡും, കേരളത്തിലെ വയനാട്, അതുപോലെ ചേലക്കര. വയനാടിൻ്റെ അഭിപ്രായ സർവേ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ചേലക്കരയുടേത് ഏതാണ്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിവെച്ച് വായിക്കുമ്പോഴുള്ള ഒരു പൊതു ചിത്രം എന്താണ്? നമ്മുടെ മുന്നിലുള്ളത് ഈ മഹാരാഷ്ട്രയുടെയും ജാർഖണ്ഡിൻ്റെയും തെരഞ്ഞെടുപ്പുകളാണ്. ഇതിൽ ജാർഖണ്ഡിൽ ഒന്നാം ഘട്ടം കഴിഞ്ഞു. അതിനോടൊപ്പമാണ് കേരളത്തിലടക്കമുള്ള ചില ഉപതെരഞ്ഞെടുപ്പുകളും നടന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് 20-ാം തീയതി നടക്കാനിരിക്കുന്നു. പക്ഷേ രാജ്യം മുഴുവനും ഉറ്റുനോക്കുന്നത് ഈ പറയുന്ന മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പാണ്. മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഒരു സാമ്പത്തിക തലസ്ഥാനമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളെ മറ്റു പാർട്ടികൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു പരിധിവരെ അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ത്യയുടെ ഒരു മുന്നോട്ട് പോക്ക്, അല്ലെങ്കിൽ ഇന്ത്യയുടെ വികസനം, അത് ഓരോ സംസ്ഥാനത്തിൻ്റെയും വികസനമാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ അതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. മുംബൈ നഗരം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP രാജ്യത്തിൻ്റെ ഒരു വികസനം, അതാണല്ലോ BJP പറയുന്ന അവരുടെ ഒരു മുദ്രാവാക്യം. ആ മുദ്രാവാക്യം അനുസരിച്ച് എപ്പോഴും അവർ ഇതുപോലുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നും അധികാരം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കേന്ദ്ര ഭരണമൊക്കെ ആശ്രയിച്ചിരിക്കുന്നത് അതിലാണ്. ഇപ്പോൾ ഇന്ത്യ മുഴുവനുമുള്ള തൊഴിലില്ലായ്മയെക്കുറിച്ച് DYFIക്കാർ കേരളത്തിൽ സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ തൊഴിലില്ലായ്മ എത്ര എന്ന് ചോദിച്ചാൽ ഏതാണ്ട് 30%. ആ 30% ഇന്ത്യയുടെ തൊഴിലില്ലായ്മ കൂടിയാണ്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ പെർഫോമൻസ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സാമ്പത്തിക പുരോഗതിയുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഇങ്ങനെയുള്ള ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സംസ്ഥാനങ്ങളിൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് ഭരണം പിടിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമുണ്ടാകും. അതാണ് മഹാരാഷ്ട്രയിലുമുള്ളത്. കഴിഞ്ഞ 5 വർഷം മഹാരാഷ്ട്രയിൽ നടന്ന രാഷ്ട്രീയ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിനപ്പുറം ഇത് സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യം അത് വളരെയധികം സങ്കീർണവുമാണ്. അതായത് മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട കക്ഷിയായിരുന്ന ശിവസേന, കോൺഗ്രസ്, NCP, BJP, ഈ 4 പാർട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ NCP 2 ഭാഗങ്ങളാവുകയും അതിലൊരു ഭാഗം ഭരണപക്ഷത്തേക്ക് പോവുകയും ഒരു ഭാഗം പ്രതിപക്ഷത്തേക്ക് വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ ശിവസേന 2 കഷ്ണങ്ങളാകുന്നു. അതിലൊരു ഭാഗം പ്രതിപക്ഷത്തേക്കും ഒരു ഭാഗം ഭരണപക്ഷത്തേക്കും പോകുന്നു. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ 6 രാഷ്ട്രീയ പാർട്ടികൾ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവർ 2 മുന്നണിയിലായി നിൽക്കുന്നുണ്ട്. ഈ 6 രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രത്യയശാസ്ത്രപരമായ അടിത്തറ വളരെ വ്യത്യസ്തവുമാണ്. കോൺഗ്രസും NCPയും പോലുള്ള കക്ഷിയോടൊപ്പമാണ് ശിവസേന ഉദ്ധവ് വിഭാഗം വന്നിരിക്കുന്നത്. BJPയും ശിവസേനയും അപ്പുറത്ത് നിൽക്കുന്ന ആ പക്ഷത്തേക്കാണ് NCP അജിത് പവാർ വിഭാഗം പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യം അതീവ സങ്കീർണമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ അഭിപ്രായ സർവേ ഫലങ്ങളൊന്നും അങ്ങനെ നമ്മൾ കേൾക്കാത്തത്. നേരത്തേതൊക്കെ ഈ ഉത്തർപ്രദേശിലും അവിടെ ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അഭിപ്രായ സർവേ ഫലങ്ങൾ പല ഏജൻസികൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ സംസ്ഥാനങ്ങളിൽ അഭിപ്രായ സർവേ ഫലങ്ങൾ അത്രമാത്രം വരാത്തത് അതുകൊണ്ടാണ്. കാരണം ഇവർക്കൊന്നും പിടിച്ചെടുക്കാൻ കഴിയാത്ത രാഷ്ട്രീയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ MLA-മാർ, ഈ പിളർന്നു പോയ കക്ഷികളിൽ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള ഷിൻഡെ വിഭാഗത്തിന് തിരിച്ചടിയായിരുന്നു. ഏറ്റവും കുറച്ച് MLA-മാരുണ്ടായിരുന്ന ഉദ്ധവ് വിഭാഗത്തിനാണ് കൂടുതൽ സീറ്റുകൾ. ഇതിപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി BJPക്ക് ഉയർത്തുന്നുണ്ടോ? BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം വിലയിരുത്തിയാൽ തീർച്ചയായും BJPക്ക് ഭരണം നഷ്ടപ്പെടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിയമസഭ വോട്ട് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഭരിക്കാൻ ആവശ്യമായ സീറ്റ് BJPക്ക് ലഭിക്കില്ല എന്ന് മാത്രമല്ല, BJP വളരെ ദയനീയമായ ഒരു പരാജയത്തിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ ആ വോട്ടുകൾ നമുക്കിവിടെ പരിഗണിക്കാൻ സാധിക്കാത്ത ഒരു ഘടകമുണ്ട്. കാരണം
ഇത്രയധികം സീറ്റുകൾ ഇവർ തമ്മിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിലും ഇവർ തമ്മിലുള്ള വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം വെറും 0.07% മറ്റുമാണ്. അതായത് 1% താഴെ മാത്രമേ വോട്ടിംഗ് തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. അവിടെയാണ് BJPയുടെ പ്രതീക്ഷ എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ അതിനകത്ത് ഹരിയാനയിൽ വരുത്തിയിട്ടുള്ളത് പോലെയുള്ള ചില തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ചില പുതിയ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രചരണ രീതി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില രാഷ്ട്രീയമായ ചില വർക്കുകൾ BJP അവിടെ ചെയ്തിട്ടുണ്ട്. അത് ഫലം കണ്ടു തുടങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില അഭിപ്രായ സർവേകളെങ്കിലും പറയുന്നത്. കാരണം ഈ പറയുന്ന മഹാരാഷ്ട്ര ഒരു വലിയ സംസ്ഥാനമാണ്. എപ്പോഴും മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയമായ 5 മേഖലകളായി തിരിച്ചാണ് പലപ്പോഴും അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ വെച്ചിട്ട് വിലയിരുത്താറുള്ളത്. വിദർഭ മേഖല, കർഷകരും അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയും ഒക്കെ കൂടുതലുള്ള വിദർഭ മേഖല, മറാഠ്വാഡ മേഖല, അതുപോലെ വടക്കൻ മഹാരാഷ്ട്ര, പടിഞ്ഞാറൻ മഹാരാഷ്ട്ര, ഈ പറയുന്ന നഗരമേഖലകൾ ഉൾപ്പെടുന്ന കൊങ്കൺ, മുംബൈ, താനെ മേഖല, ഇതെല്ലാം ഇങ്ങനെ 5 മേഖലകളായി തിരിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം പറയാറ്. ഇതിൽ വിദർഭയുടെ രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും കോൺഗ്രസിനും NCPക്കും ഒക്കെ അനുകൂലമായ ഒരു രാഷ്ട്രീയം, അവർക്ക് വലിയൊരു എഡ്ജുണ്ട്. പക്ഷേ BJP അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ മുന്നേറ്റം അവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന് വലിയധികം സാന്നിധ്യമുള്ള അല്ലെങ്കിൽ മുന്നേറ്റമുള്ള മേഖല തന്നെയാണ് ഈ വിദർഭ മേഖല എന്നത്. രണ്ടാമത് അവർക്കുള്ളത് പടിഞ്ഞാറൻ മഹാരാഷ്ട്രയാണ്. ഈ 2 മേഖലകളും, പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ 75 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്, വിദർഭയിലാകട്ടെ 60-62 മണ്ഡലങ്ങളുണ്ട്. ഈ 2 വലിയ മേഖലകൾ തന്നെയാണ്. ഈ 2 വലിയ മേഖലകളിലും ഇന്ത്യ സഖ്യം ത്തിന് വലിയ സ്വാധീനമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അവർ ഈ മേഖലകളിൽ ലീഡ് ചെയ്യും എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറ്റ് മറാഠ്വാഡ മേഖല, വടക്കൻ മഹാരാഷ്ട്ര മേഖല, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കൊങ്കൺ, മുംബൈ, താനെ മേഖല. കൊങ്കൺ, മുംബൈ, താനെ മേഖലയിൽ മൃഗീയമായ ഭൂരിപക്ഷം BJP ശിവസേന സഖ്യത്തിനുണ്ട്. അതോടൊപ്പം തന്നെ വടക്കൻ മേഖലയിൽ നേരിയ ഒരു എഡ്ജുമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ BJPക്ക് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു ചെറിയ മുൻതൂക്കം, അതായത് 142 മുതൽ 162 സീറ്റുകൾ വരെ NDAക്ക് ലഭിക്കാം എന്നൊരു സൂചനയാണ് വരുന്നത്. അതായത് 145 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ ഈ സഖ്യം, ഭരണപക്ഷം അസാധാരണമായി ഒന്നും സംഭവിച്ചില്ല എങ്കിൽ തീർച്ചയായും വളരെയധികം സുഗമമായി തന്നെ ഈ പറയുന്ന 145 എന്ന കേവല ഭൂരിപക്ഷം കടക്കും. പ്രതിപക്ഷം ഈ അടുത്ത കൊല്ലവും പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ടി വരും എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ തിരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അഭിപ്രായ സർവേകൾക്കും എക്സിറ്റ് പോളുകൾക്കും ഒന്നും ഇപ്പോൾ വലിയ മാർക്കറ്റ് ഇല്ലാത്ത കാലഘട്ടമാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇത്രയും വലിയൊരു വിജയം ഒരു അഭിപ്രായ സർവേ അവിടെ പ്രവചിച്ചിരുന്നില്ല. അപ്പം ലോകമെമ്പാടും അവർക്കിപ്പോൾ കഷ്ടകാലമാണ്. പക്ഷേ എന്നിരുന്നാലും മഹാരാഷ്ട്ര രാഷ്ട്രീയം നേരത്തെ പറഞ്ഞതുപോലെ സങ്കീർണമാണ് എങ്കിൽ കൂടി ചില കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത് ഭരണപക്ഷത്തിന് കൃത്യമായ എഡ്ജുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ അത്ര പിന്നോക്കം പോകില്ല ഭരണപക്ഷം. കാരണം RSSൻ്റെയൊക്കെ വ്യക്തമായ പങ്കാളിത്തം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലുണ്ട്. ഹരിയാന മോഡലിൽ തന്നെയാണ് മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. ചോദിക്കാൻ വന്നത്, ഇപ്പോൾ ഈ ഹരിയാനയിൽ എല്ലാവർക്കും ഒരു സസ്പെൻസ് ഉളവാക്കിക്കൊണ്ടാണ് BJP മിന്നുന്ന പ്രകടനം അവിടെ കാഴ്ചവെച്ചത്. ഇത് ശരിക്കും BJP ഒരു നിശബ്ദ, അത് നമ്മൾ കുറേ കാലമായിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയം കൂടിയാണ്. നിശബ്ദ രീതിയിലുള്ള ഒരു പ്രവർത്തനം, ഒരു പ്രത്യേക സ്ട്രാറ്റജി അവർ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും, എന്തിന് കേരളത്തിൽ പോലും അത്തരത്തിൽ ഒരു നടപടി അല്ലെങ്കിൽ ഒരു നയം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ചോദ്യം. അല്ല, ഹരിയാന തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് BJPയുടെ ഒരു അവസ്ഥ വളരെയധികം പരിതാപകരമായിരുന്നു. അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു, അവിടെ ചില സംഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഹരിയാനയിൽ BJPയെ വിജയിപ്പിച്ചതും കോൺഗ്രസിനെ തോൽപ്പിച്ചതും രാഹുൽ ഗാന്ധിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം രാഹുൽ ഗാന്ധി ആ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് വിദേശത്ത് പോവുകയും വിദേശത്ത് രാജ്യവിരുദ്ധരുമായി കൂടിക്കാഴ്ച നടത്തുകയും രാജ്യവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുകയും ഒക്കെ ചെയ്തു. ഒരു ഭാഗത്ത് അതാണ്. മറുഭാഗത്ത് ഇവിടെ പാർലമെൻറ്റിൽ നിന്നുകൊണ്ട് ഹിന്ദു ബിംബങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ വർഗീയ അല്ലെങ്കിൽ അക്രമാസക്തരാണ് എന്ന രീതിയിൽ പ്രസ്താവന നടത്തുന്നു. ജാതീയമായി ഹിന്ദു സമൂഹത്തെ
വേർതിരിക്കാനുള്ള അല്ലെങ്കിൽ വിഘടിപ്പിക്കാനുള്ള വളരെ നഗ്നമായ അല്ലെങ്കിൽ പച്ച വെളിച്ചത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതായത് ജാതി സെൻസസ് വേണം, OBC-കാർ എത്ര സെക്രട്ടറിമാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജാതീയമായി ഹിന്ദുക്കളെ വിഘടിപ്പിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് സത്യത്തിൽ കോൺഗ്രസിനെ ഹരിയാനയിൽ തോൽപ്പിച്ചത്. ഇതിനെതിരെ ശക്തമായി പ്രവർത്തിക്കാൻ RSS നിർബന്ധിതമാകുന്നു. RSS അവിടെ പ്രത്യേക രീതിയിലുള്ള ചില സമ്പർക്കങ്ങളൊക്കെ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദു സമൂഹം ഒരുമിച്ച് നിന്നില്ല എങ്കിൽ രാഷ്ട്രം ഛിന്ന ഭിന്നമായി പോകുമെന്നും രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഇവിടെ നടമാടുമെന്നും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനങ്ങളും രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റ് പ്രസംഗങ്ങളും ഒക്കെ ഉദാഹരണമായി കാണിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്താൻ BJPക്ക് സാധിച്ചു. അതാണ് അവിടെ ഒരു വലിയ അതായത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകളോടുകൂടി അവിടെ തുടർ ഭരണം ലഭിച്ചത്. ഇത് മഹാരാഷ്ട്രയിലും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മഹാരാഷ്ട്രയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളും മറ്റും അവിടെ വ്യാപകമായി അവിടെ നടന്ന നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി കുടിയേറി പാർത്തിട്ടുണ്ട്. ഈ കുടിയേറി പാർക്കാൻ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളുടെ ഭാഗമായി മണ്ണിൻ്റെ മക്കൾ വാദമൊക്കെ ശിവസേന ഉയർത്തി എങ്കിലും മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം എന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയമാണ്. അവർ ദേശീയത മുറുകെ പിടിക്കുന്നവരാണ്, രാഷ്ട്രത്തിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ജനതയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ മഹാരാഷ്ട്രയിലും വർക്കൗട്ടാവും എന്ന് തന്നെയാണ് BJP വിചാരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനവും നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ അഭിപ്രായ സർവേകളിൽ ഏറ്റവും ഒരു പുതുമ എന്ന് പറയുന്നത് ഇപ്പോൾ ഒടുവിൽ ചേലക്കര, ഇന്നലെ നടന്ന ചേലക്കരയുടെ ഒരു ഫലം വരുന്നുണ്ട്. അതിൽ LDFന് മുൻതൂക്കമുണ്ടെന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒരു കൃത്യത എന്തുവാണ്? LDFന് മുൻതൂക്കമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന ചില കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ 25 വർഷമായി LDFന് അവിടെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്, അവർ അവിടെ വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ LDF അവിടെ വിജയിച്ചു വരാനുള്ള അവരുടെ സംഘടനാ സെറ്റപ്പ് അവിടെ ഉണ്ട്. പിന്നെ ഭരണവിരുദ്ധ വികാരം അത് നമുക്ക് അവിടെ വില കുറച്ച് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ടൈറ്റ് മത്സരമുണ്ട്. LDFന് മുൻതൂക്കമുണ്ട് എന്നേ പറയാൻ കഴിയുള്ളൂ. മാത്രമല്ല BJP മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ളൊരു, അതെ, BJPയുടെ വോട്ട് ശതമാനം അതാണ് LDFന് അല്പം ആശ്വാസം നൽകുന്നതും LDFന് മുൻതൂക്കം നേടിക്കൊടുക്കുന്നതും. ഏതാണ്ട് 35,000-നും 40,000-നും ഇടയിൽ ചേലക്കരയിൽ BJP സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുമെന്നാണ് ഇപ്പോൾ കണക്കുകൾ വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും പ്രദീപിന് അവിടെ സാധ്യത ഏറുന്നു. പക്ഷേ LDF UDFിൻ്റെ ഒരു ടൈറ്റ് മത്സരം തന്നെയാണ് അവിടെ ഉള്ളത്. അവിടെ LDFന് മുൻതൂക്കമുണ്ട് എന്ന് മാത്രമാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ കാര്യങ്ങൾ പ്രവചിക്കേണ്ട കാര്യമില്ല. അവിടെ ഓൾറെഡി വിജയം സീൽ ചെയ്ത് കഴിഞ്ഞു പ്രിയങ്ക ഗാന്ധി. പക്ഷേ കോൺഗ്രസിന് അവിടെ ഒരു തിരിച്ചടി നേരിടുന്നുണ്ട്. അത് ഈ ഭൂരിപക്ഷം കുറയുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും. കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഭൂരിപക്ഷം ഇടിയാനുള്ള സാധ്യതയുണ്ട്. ഇത് വോട്ടിംഗ് ശതമാനത്തിൽ പ്രതിഫലിക്കുന്നുമുണ്ട്. വോട്ടിംഗ് ശതമാനം കുത്തനെ ഇടിയുകയാണ് വയനാടുണ്ടായത്. എന്തായാലും 23-ാം തീയതിയാണ് ഈ പറഞ്ഞ എല്ലാ വോട്ടെടുപ്പ് നടന്ന എല്ലാ സ്ഥലങ്ങളിലെയും വോട്ടെണ്ണൽ. അന്ന് ആണ് ഈ പറഞ്ഞതുപോലെ അഭിപ്രായ സർവേകൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഒരു കൃത്യത, ജനമനസ് എന്താണെന്നുള്ളതിൻ്റെ ഒരു വ്യക്തത നമുക്ക് ഒരു ചിത്രമായി, ഒരു റിസൾട്ടായി നമുക്ക് കിട്ടുന്നത്. എന്തായാലും ജാർഖണ്ഡിലും BJP വ്യക്തമായ വിജയം നേടുമെന്നാണ് വിലയിരുത്തുന്നത്. ഏതാണ്ട് 40 മുതൽ 50 സീറ്റുകൾ വരെ നേടി, 81 അംഗ നിയമസഭയിൽ 50 സീറ്റുകൾ വരെ നേടി BJP വിജയിക്കും എന്നാണ് ഫലങ്ങൾ പറയുന്നത്. നമസ്കാരം. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5,000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3,000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.